ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ചോദിക്കാറുള്ള നമ്മുടെ ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബട്ടർ യൂസ് ചെയ്യാതെയാണ് ഞാൻ ഇന്ന് ബ്രൗണി തയ്യാറാക്കി കാണിക്കുന്നത്. ബട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാന്ന് ചോദിച്ചാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അതുപോലത്തെ ഒരു ബ്രൗണിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ കേക്ക് സെയിൽ ചെയ്തിരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത്, നമുക്ക് ചോക്ലേറ്റ് വേണം. നമുക്ക് മിക്സ്ഡ് ആയിട്ട് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റും അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 185 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 150 മുതൽ 200 ഗ്രാം വരെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഏതും എടുക്കാം കേട്ടോ. 200 ആയാലും കുഴപ്പമില്ല, 150 ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു 155 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അതവിടെ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 3 മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്ലഫി ആയി കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഈ രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ അങ്ങ് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ അങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒട്ടും കട്ടയില്ലാതെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബദാമും കാഷ്യൂസും ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡിലേക്ക് ഇത് മാറ്റാം. ഞാൻ സ്ക്വയർ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് ഒരു തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് 180 ഡിഗ്രിയിലൊന്ന് പ്രീ ഹീറ്റായ ഓവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റൊക്കെ ഒന്ന് ബേക്കാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ബട്ടർ വെച്ചിട്ട് ബ്രൗണി ഉണ്ടാക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഇത് ബേക്കായിട്ട് വരും കേട്ടോ, ഓയിൽ വെച്ചായതുകൊണ്ട് തന്നെ. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടറിന് ഇതിലേറെ ഒന്നുകൂടെ ടൈം എടുക്കുന്നുണ്ട്. എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തണുത്ത ശേഷം യൂസ് ചെയ്യുമ്പോഴാണ് ബ്രൗണി ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. മുകളിലുള്ള ആ ഭാഗമൊക്കെ നല്ലൊരു ക്രഞ്ചി ആയിട്ടൊക്കെ നമുക്ക് കിട്ടുക. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ. കുട്ടികൾക്കൊക്കെ കേക്കിലാറ് ഒന്നുകൂടെ ഇഷ്ടം ബ്രൗണിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. താങ്ക്